നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം തുമിനാട്ട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളും മരിച്ചു. നടുക്കം മാറാതെ നാട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. ബംഗളൂരു തിരുവനന്തപുരം മൂന്നാം പാത നിർമ്മാണത്തിനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് മൂന്നാം പാതയുടെ നിർമ്മാണം. കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ. ഫൈൻ ഇന്ത്യ ഫൈബർ നെറ്റ് LLP പ്രവർത്തനമാരംഭിച്ചു. ഉപ്പളയിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുമ്പള ടോൾ ബൂത്തിൽ നിന്നും യുവാവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത സംഭവം. FIR-ൽ വാസ്തവ വിരുദ്ധം എഴുതിച്ചേർത്തതായുള്ള പരാതി DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് DGP-യുടെ നിർദ്ദേശം. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 4-ന് തിരിതെളിയും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം തുമിനാട്ട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളും മരിച്ചു. ഇവരുടെ ബന്ധു ഷേഖ് അബ്ബയാണ് മരിച്ചത്. അരുംകൊലയ്ക്ക് പിന്നിൽ പ്രതിയും ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള തീരുമാനമാണെന്നും വ്യക്തമായി. കേരള കർണാടക അതിർത്തിയിലെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഹിൽ ടോപ്പ് നഗറിൽ പിതാവ് സ്വന്തം മകളെ കഴുത്തിൽ കത്തികുത്തിയിറക്കി കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടൽ മാറാതെ നാട്. സഫീന ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന താഹിറയുടെ മകൾ 18-കാരി മറിയം ജുമൈലയാണ് കൊല്ലപ്പെട്ടത്. ക്രൂരകൃത്യം ചെയ്ത പിതാവ് ഉമർ ഫാറൂഖിനെതിരെ മഞ്ചേശ്വരം പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു. ബന്ധു ഖദീജത്ത് സഫീനയുടെ പരാതിയിലാണ് കേസ്. ഇവരുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം. ഇതിനിടയിൽ അക്രമം തടയാനെത്തി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇവരുടെ ബന്ധു മരിച്ചു. ഷേഖ് അബ്ബയാണ് മരിച്ചത്. ഇന്നത്തെ ഒരു ഇഷ്യൂ പറഞ്ഞാൽ ഞങ്ങളെ തൊട്ട അയൽവാസിയാണ്. പക്ഷേ ഇവിടെ അവരുടെ ഭാര്യ അവരുടെ ജ്യേഷ്ഠത്തിന് വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫാമിലി പ്രശ്നം കൊണ്ട് കുഞ്ഞിൻ്റെ പാപ്പയാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞിക്ക് കത്തിലാണ് കുത്തിയത്. പിന്നെ കുഞ്ഞിൻ്റെ മൂത്താപ്പക്ക് പരിക്കുണ്ട്. ഏതായാലും ഇത് ഇന്നത്തെ ഒരു ദിവസത്തിനത് ഞങ്ങൾക്ക് ഇവിടെ ഊഹിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ടുണ്ട്. നാട്ടുകാർ മുഴുവനും വിഷമത്തിലുണ്ട്. കുബനൂർ തുമിനാട് ഹിൽടോപ്പ് നഗറിൽ സഫീനയുടെ വീട്ടിൽ വെച്ച് പ്രതിയും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ചർച്ച നടക്കവെയാണ് ക്രൂരകൃത്യം നടത്തിയതെന്നാണ് FIR-ൽ പറയുന്നത്. മകളെയും ഭാര്യയെയും സഫീനയുടെ പിതാവിനെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി ഭാര്യയെ തള്ളിയിടാൻ ശ്രമിക്കുകയും ബഹളം കേട്ട് ഹാളിലേക്ക് കടന്നുവന്ന മകളുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. സഫീനയുടെ പിതാവ് പ്രതിയെ ബലമായി തടഞ്ഞുമാറ്റുന്നതിനിടയിൽ കാലിന് കത്തികൊണ്ടുള്ള കുത്തേറ്റ് ചികിത്സയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ് ബോധരഹിതയായി വീണ മകളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിനു കാരണം പ്രതിയുമായുള്ള വിവാഹബന്ധം ഭാര്യ വേർപെടുത്താൻ തീരുമാനിച്ചത് സംബന്ധിച്ച വിരോധമാണെന്നും പരാതിയിൽ വ്യക്തമാക്കി. ലഹരിക്കടിമയായ ഇയാൾ ഭാര്യയെയും മകളെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടെന്നും പരാതിയിലുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 6-ന് കുമ്പളയിൽ നിന്നുമാണ് യാത്ര പ്രയാണം ആരംഭിക്കുക. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിക്കും. പുതുയുഗയാത്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിലേറ്റുന്ന ജനമുന്നേറ്റമായി മാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 6-ന് വൈകുന്നേരം 4 മണിക്ക് കുമ്പളയിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. UDF-ന്റെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും. 7 മണിക്ക് കാസർഗോട്ട് ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഫെബ്രുവരി 7-ന് രാവിലെ 10 മണിക്ക് ഉദുമ ടൗണിലും 11 മണിക്ക് കാഞ്ഞങ്ങാടും 12 മണിക്ക് തൃക്കരിപ്പൂരിലും യാത്രയുടെ സ്വീകരണ പൊതുസമ്മേളനങ്ങൾ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ വികാരം ആവാഹിച്ചെടുക്കാൻ, ക്രോഡീകരിക്കാനാണ് ശ്രീ സതീശൻ്റെ നേതൃത്വത്തിൽ ഈ യാത്ര ആരംഭിക്കുന്നത്. ഈ യാത്ര ഒരു ഗംഭീര വിജയമാക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സഹകരിക്കണം. അതുപോലെ മാധ്യമപ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനവും മറ്റ് സമ്മേളനങ്ങളും ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതിപ്പോൾ
ഒരു യാത്ര ആരംഭിക്കുന്ന സ്ഥലത്ത് നടക്കുന്നൊരു യോഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ യോഗ സ്ഥലത്ത് 5000 പേരെ പങ്കെടുപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 5000 കൂടുന്നതല്ലാതെ 5000-ൽ ഒരാൾ പോലും കുറയാത്ത രീതിയിൽ അവിടെ നമ്മൾ സംഘടന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംഘാടകർ പല വഴിക്ക് KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും UDF-ൻ്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും പല വഴിക്ക് സഞ്ചരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം അക്ഷരം പ്രതി പൂർണ്ണതയിലെത്തുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി രാജ്മോഹൻ ഉണ്ണിത്താൻ MP, UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി, DCC പ്രസിഡന്റ് PK ഫൈസൽ, UDF കൺവീനർ A ഗോവിന്ദൻ നായർ, സെക്രട്ടറി അഡ്വക്കേറ്റ് A ഗോവിന്ദൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു തിരുവനന്തപുരം 3ാം പാത നിർമ്മാണത്തിനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് 3ാം പാതയുടെ നിർമ്മാണം. മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം വരെ 3ാം റെയിൽവേ പാത നിർമ്മിക്കാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാറാണ് ഉറപ്പു നൽകിയത്. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് 3ാം പാത നിർമ്മിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിനുള്ള DPR അന്തിമഘട്ടത്തിലാണ്. വിശദ പദ്ധതി റിപ്പോർട്ട് പൂർത്തിയായാൽ നിർമ്മാണത്തിനായി തുക വകയിരുത്തും. പാത പൂർത്തിയായാൽ മംഗളൂരുവിൽ നിന്ന് ഷൊർണൂർ വരെ 4ാം പാതയും നിർമ്മിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ തീവണ്ടികളുടെ വേഗം കൂട്ടാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. മംഗളൂരു മുതൽ ഷൊർണൂർ വരെ 130 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനുള്ള പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. ഷൊർണൂർ മുതൽ എറണാകുളം വരെ നിലവിൽ 89 കിലോമീറ്റർ വേഗത്തിലാണ് സർവീസ് നടത്തുന്നത്. അതേസമയം എറണാകുളത്ത് നിന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടിക്കാനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. വേഗം കൂട്ടാനുള്ള ജോലികൾ 2026-ൽ പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നത്. എന്നാൽ ഇനിയും 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് ദക്ഷിണ റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ നടന്നുവരുന്നത് 18,044 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. മുൻവർഷങ്ങളിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. പഴയ മേൽപ്പാളങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിക്കൽ, സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, റെയിൽവേ സ്റ്റേഷന്റെ ആധുനികവൽക്കരണം തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടും. 3 വീതം വന്ദേ ഭാരത്, അമൃത ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ കേരളത്തിൽ സർവീസ് നടത്തിവരുന്നുണ്ട്. 125 കിലോമീറ്ററിൽ പുതിയ ട്രാക്കുകൾ നിർമ്മിച്ച് വൈദ്യുതീകരണം 100% പൂർത്തിയായി. കാസർഗോഡ് ഷൊർണൂർ പാത 4 വരിയാകുന്നതിന്റെ വിശദ പദ്ധതി രേഖയായതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ. ചെറുവത്തൂർ സ്വദേശി ഷാഹുലിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സംഭവം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കോട്ടയത്ത് നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസിന്റെ മുൻപിൽ അപകടകരമാം വിധം മാർഗതടസ്സം സൃഷ്ടിച്ച് വാഹനമോടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനമോടിച്ച ചെറുവത്തൂർ സ്വദേശി ഷാഹുലിനെതിരെയാണ് നടപടി. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മലപ്പുറം എടപ്പാളിലെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിനും മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്തു. ഇതിനു പുറമെ കോടതിയിൽ പിഴയും അടക്കണം. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ 12 കിലോമീറ്റർ ദൂരമാണ് ഷാഹിദ് മാർഗതടസ്സം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന ബസ്സിന് മുൻപിലായിരുന്നു ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം. ഇതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വൈറലായ വീഡിയോ ഉൾപ്പെടെ KSRTC നൽകിയ പരാതിയിലാണ് നടപടി. കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, K അഭിലാഷ് എന്നിവർ ചേർന്നാണ് കാർ ഡ്രൈവറെ കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്തത്. കാറിൽ ബസ്സിടിക്കാൻ വന്നുവെന്നും കാർ കുഴിയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടതാണെന്നും യുവാവ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ബേക്കലിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. ഫൈൻ ഇന്ത്യ ഫൈബർ നെറ്റ് LLP പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പള ലൂംസ് ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഫൈൻ TVയുടെ 25 ഓപ്പറേറ്റർമാരിൽ 23 പേരും ഷെയർ എടുത്തുകൊണ്ടുള്ള LLP കമ്പനിയാണ് നിലവിൽ വന്നത്.
കേബിൾ TV, ഇന്റർനെറ്റ് വിതരണ രംഗത്ത് കുതിപ്പേകി വരിക്കാർക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായി ഫൈൻ ഇന്ത്യ ഫൈബർ നെറ്റ് LLP പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പള ലൂംസ് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ മുഖ്യാതിഥിയായിരുന്നു. നല്ല സ്റ്റാൻഡേർഡും നല്ല റെസ്പോൺസിബിളും ഉള്ള സ്ഥാപനമായി മാറിയതാണ്. എന്റെ അനുഭവത്തിലാണ് SI രാജേഷ് കുമാർ ഇന്നലെ നമ്മുടെ ക്രിക്കറ്റ് ഉദ്ഘാടനത്തിൽ പറഞ്ഞത്. നമുക്ക് തന്നെ ഒരു അഭിമാനമല്ലേ. അദ്ദേഹം വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, മുൻകാലങ്ങളിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായാൽ കംപ്ലൈന്റ് ഒരുപാട് തവണ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഇപ്പോ ഞൊടിയിടയിൽ ഒരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പേ അത് പരിഹരിക്കാൻ ആളെത്തുന്ന തലത്തിലേക്ക് കേരള മിഷൻ മാറി എന്നാണ് അദ്ദേഹം ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ അത് നമുക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഊർജം അല്ലെ, ഊർജം പിന്നെ ചെറുതല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള. അപ്പോ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആകുമ്പോൾ വേറെ പ്രത്യേകത ഞാൻ എപ്പോഴും പറയും. സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സർവീസ് മേഖലയാണ്, 24 മണിക്കൂറിലെ സർവീസ് മേഖലയാണ് നമ്മൾ. സർവീസ് മേഖലയായതുകൊണ്ട് തന്നെ കംപ്ലൈന്റ് ഉൾപ്പെടെ ഇപ്പോ പറഞ്ഞു കണക്ഷൻ കൊടുക്കുന്നതിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ പിന്നെ കംപ്ലൈന്റ് വിളിക്കുമ്പോൾ വീട് അറിയുന്നില്ല, എവിടെയാണ് വീട്, വഴി എവിടെയാണ്, നിങ്ങളുടെ യൂസർ നെയിം പറഞ്ഞു തരുമോ എന്നുള്ള സാഹചര്യമാണ്. അതാണ് ജില്ലയിലെ മുതിർന്ന കേബിൾ TV ഓപ്പറേറ്ററും ഫൈൻ TV ഉടമയുമായ ഉസ്മാൻ പാണ്ഡ്യാൽ അധ്യക്ഷത വഹിച്ചു. ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് വ്യക്തിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കൂട്ടായ്മയുടെ ഭാഗമായി മാറിയത്. ഫൈൻ TV 25 ഓപ്പറേറ്റർമാരിൽ 23 പേരും ഷെയർ എടുത്തുകൊണ്ടുള്ള LLP കമ്പനിയാണ് നിലവിൽ വന്നത്. ഇതോടുകൂടി ജില്ലയിൽ CCN കമ്പനിക്ക് കീഴിലുള്ള 5 സബ് ഡിസ്ട്രിബ്യൂഷനും പൊതുകൂട്ടായ്മയുടെ ഭാഗമായി മാറി. നേരത്തെ NMCN, യൂണിറ്റി, ആഷിത്, PCN എന്നിവ പൊതുകൂട്ടായ്മയിലേക്ക് മാറിയിരുന്നു. ജോലിക്കപ്പുറം നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും മികച്ച ഗുണനിലവാരത്തോടുകൂടി കൃത്യമായ സർവീസ് ഉപഭോക്താക്കൾക്ക് നൽകാനും പുതിയ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനും യോഗം തീരുമാനിച്ചു. കൂട്ടായ്മയ്ക്ക് വേണ്ടി ഓപ്പറേറ്റർമാരിൽ നിന്നും സമാഹരിച്ച വിവിധ തുകയ്ക്കുള്ള ചെക്കുകൾ ഫൈൻ TV ഇന്ത്യ ഫൈബർ നെറ്റ് അംഗങ്ങൾ ഉടമ ഉസ്മാൻ പാണ്ഡ്യാൽ, മകൻ ഫൈസൽ പാണ്ഡ്യാൽ എന്നിവർക്ക് കൈമാറി. തുടർന്ന് വിശിഷ്ടാതിഥികൾക്ക് ഫൈൻ TVയുടെ ഉപഹാരം നൽകി. COA ജില്ലാ ട്രഷറർ വിനോദ് കുമാർ, മേഖലാ പ്രസിഡന്റ് K ദിവാകര, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. സുദേശ് ഭണ്ഡാരി സ്വാഗതവും ലോകേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ടോൾ ബൂത്തിൽ നിന്നും യുവാവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത സംഭവം. FIRൽ വാസ്തവ വിരുദ്ധം എഴുതിച്ചേർത്തതായിട്ടുള്ള പരാതി DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് DGP കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഉണ്ടായത്. പൊതുജനങ്ങളോട് വളരെ മാന്യമായി പെരുമാറണമെന്ന സർക്കാർ നയത്തെ പോലീസ് അധികാരത്തിന്റെ മറവിൽ അട്ടിമറിച്ച സംഭവമാണ് കേസിന് പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് ടോൾ ബൂത്തിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പറഞ്ഞു. കാറിലിരുന്നുകൊണ്ട് പോലീസിനോട് ടോളിലെ മാനദണ്ഡങ്ങൾ സംസാരിച്ച യുവാവിനു നേരെ അനാവശ്യ തർക്കത്തിൽ പോലീസ് ഏർപ്പെട്ടതായും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം കാറിനുള്ളിൽ നിന്നും യുവാവിനെ സംഘം ചേർന്ന് ബലാത്കാരമായി വലിച്ചിറക്കി റോഡിലൂടെ ഇഴച്ച് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലെത്തിച്ച് കേസെടുക്കുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് വിശദീകരിച്ചു. കാറിൽ സ്ത്രീയും 6 മാസം പ്രായമുള്ള കുഞ്ഞും ഉണ്ടായിരുന്നത് പോലും പോലീസ് പരിഗണിക്കാതെയാണ് യുവാവിനെ അനാവശ്യമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നും തുടർന്ന് ടോൾ ബൂത്തിനരികിൽ നിന്ന യുവാവ് ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തതായി FIRൽ പോലീസ് എഴുതി ചേർക്കുകയായിരുന്നുവെന്നും വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ടോൾ ബൂത്തിലെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പൊതുജനം കണ്ടതാണെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും തുടർന്നാണ് FIRൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ എഴുതിച്ചേർത്തതായിട്ടുള്ള പരാതി DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് DGP കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയതെന്നും ഇദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സത്യസന്ധമായ അന്വേഷണം, FIRൽ വാസ്തവവിരുദ്ധമായ കാര്യം എഴുതിച്ചേർത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 4-ന് തിരി തെളിയും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4 മുതൽ 8 വരെ നെഹ്റു കോളേജ് പടന്നക്കാട് നടക്കുന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും വയനാട്, മാനന്തവാടി താലൂക്കിലടക്കം 99 കോളേജിൽ നിന്നായി 3590 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നെഹ്റു കോളേജിൽ ക്രമീകരിച്ച് 11 വേദികളിലായി 141 ഇനങ്ങളിലാണ് മത്സരം നടക്കുക. ഉദ്ഘാടന പരിപാടി ഉച്ചയ്ക്ക് 2 മണിക്ക്. ഉദ്ഘാടന വേദി കാസർഗോഡിന്റെ MP, MLA, അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സെനറ്റ് അംഗങ്ങൾ തുടങ്ങിയ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അധികാരികളെല്ലാം, യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹികൾ എല്ലാം ആ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരാകും. കേരളത്തിന്റെ ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി ശ്രീ ഇപ്രാവശ്യത്തെ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന നിർവഹിച്ചത്. 4-ന് സ്റ്റേജിതര മത്സരങ്ങൾ എഴുത്തുകാരൻ EP രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിക്കാനായി മുഖ്യാതിഥിയായിരിക്കും. പ്രകമ്പനം സിനിമയുടെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിക്കും. സ്റ്റേജ് മത്സരങ്ങൾ 6-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ജില്ലാ MLA മാർ, യൂണിവേഴ്സിറ്റി അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ VV രമേശൻ, സിൻഡിക്കേറ്റ് അംഗം A അശോകൻ, K പ്രണവ്, പ്രിൻസിപ്പൽ ഡോക്ടർ P ദിനേശ്, M ദിൽജിത്ത്, A മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ട്രാഫിക് പരിഷ്കാരം നിലവിൽ വന്നു. നഗരസഭാ ചെയർമാൻ VV രമേശന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയുടെ പ്രഖ്യാപനങ്ങളിലൊന്നാണ് കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത പരിഷ്കാരം. നഗരത്തിൽ ഗതാഗത പരിഷ്കാരങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ ബസ്സുകൾക്കാണ് നിയന്ത്രണം. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് 1-ാം തീയതി മുതൽ ബസ്സുകൾ സർവീസ് തുടങ്ങിയത്. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകളെ കയറ്റാനും ഇറക്കാനും മാത്രമേ ഇനി സമ്മതിക്കൂ. ബസ്സുകൾ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിൽ കയറണമെന്നത് നിർബന്ധമില്ല. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിനെ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യഘട്ടം. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിടുന്ന അന്യവാഹനങ്ങൾക്ക് കനത്ത പിഴ ഈടാക്കും. വരും ദിവസങ്ങളിൽ നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കും. ഓട്ടോ സ്റ്റാൻഡിൽ നിശ്ചിത എണ്ണം ഓട്ടോകൾ മാത്രമേ അനുവദിക്കൂ. ടൂറിസ്റ്റ് ടാക്സികളെ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തി പേ പാർക്കിംഗ് സംവിധാനവും ഒരുക്കും. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയുടെ ടാറിംഗ് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ നടപടികൾ സ്വീകരിക്കൂവെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയുടെ ടാറിംഗ് പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ നടപടികൾ സ്വീകരിക്കൂ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ജൈവ വൈവിധ്യത നഷ്ടപ്പെടുന്നത് തടയുവാൻ കർഷകരും ജൈവ വൈവിധ്യ ബോർഡ് അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും DYSPയുമായ ഡോക്ടർ V ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ലോക തണ്ണീർത്തട ദിനത്തിൽ കൈപ്പാട് കൃഷിയിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സുസ്ഥിര ഉപജീവനവും ലക്ഷ്യമിട്ട് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന കർഷക സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തണ്ണീർ തീരദേശങ്ങളും പറ്റാത്ത മറ്റു പ്രദേശങ്ങളും സംരക്ഷിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോക തണ്ണീർത്തട ദിനത്തിലാണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ പദ്ധതി വിശദീകരിച്ചു. S. ടെസി, PK രതീഷ്, സാബു ജോസഫ്, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ എന്തിനേക്കോ മറക്കുന്നു, എന്തിനേക്കോ നമ്മൾ അവഗണിക്കുന്നു, നമ്മൾ നേരാവണ്ണം പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമം വരുന്നത്. അല്ലെങ്കിൽ നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ആ കാര്യം സാധിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയമത്തിന്റെ ആവശ്യമില്ല. അതുകൂടാതെ വേറൊരു നിയമമുണ്ട്. എന്താ? റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ
മണലൂറ്റുന്ന പരിപാടിയൊക്കെ ആ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിലൂടെയാണ് പെർമിഷനൊക്കെ എടുക്കുന്നത്. റിവർ ബാങ്ക് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് ആലോചിച്ചു. ഇത് വേറെ പുറമേയുള്ള ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പേ ടോക്കിയോയിൽ ജപ്പാനിൽ പോയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള പല നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ എൻവയോൺമെന്റൽ ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും ആദ്യം ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. പക്ഷെ അതിൽ ഒരാൾ പറഞ്ഞൊരു വാക്കായിരുന്നു, എന്തുകൊണ്ടായിരിക്കും ഈ നിയമമൊക്കെ അവിടെ വന്നത്? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളെല്ലാം ഇതിനെ അവഗണിക്കുന്നു, അതുകൊണ്ടാണല്ലോ നിയമം വരുന്നത്. നിയമം അത് പോലീസും പട്ടാളവും ജിയോളജിയും റവന്യൂവും അധികാരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് വലിയൊരു തെറ്റായിപ്പോയി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്ത വലിയ തെറ്റിന്റെ ഒരു റിഫ്ലക്ഷൻ. തുടർന്ന് തണ്ണീർത്തട സംരക്ഷണത്തിൽ കൈപ്പാടിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഗവേഷകയും ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ ടി വനജ വിഷയാവതരണം നടത്തി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരും ജൈവ വൈവിധ്യ സമിതി അംഗങ്ങളുമായ 75 പ്രതിനിധികൾ പങ്കെടുത്തു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ കർഷക മഹാപഞ്ചായത്തിന്റെ ഭാഗമായ സ്വതന്ത്ര കർഷക സംഘടനകളും ജനകീയ പ്രസ്ഥാനങ്ങളും ജനോക്രസി, ജനശബ്ദം തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെ ജവാൻ കിസാൻ നിർധൻ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. യാത്ര 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ജവാന്മാർക്കും കർഷകർക്കും നിർധനർക്കും വേണ്ടിയുള്ള അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതാണ് ജവാൻ കിസാൻ നിർധൻ യാത്രയെന്ന് ജാഥ ക്യാപ്റ്റന്മാരായ ശിവ മാക്രോയും ജോയി മൂക്കൻതോട്ടവും ജോൺ പൗലോസും വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഉദ്യോഗസ്ഥാധിപത്യത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും സംസ്ഥാന ഭരണത്തെ രക്ഷിക്കാൻ പൗരാധികാരം ജനാധിപത്യ കേരളത്തിൽ ഉടനടി നടപ്പിലാക്കണമെന്നും ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന വിഭജനം അവസാനിപ്പിച്ച് സാധ്യമായ സർക്കാർ സേവനങ്ങളും അനുമതികളും വീട്ടുപടിക്കലെത്തുന്ന നൂതന ഭരണ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാനാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ശ്രമിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ പര്യടനം നടത്തിയ ശേഷം 17-ന് തിരുവനന്തപുരം ജില്ലയിലെത്തുകയും വൈകുന്നേരം 3 മണിക്ക് സെക്രട്ടേറിയറ്റിനു മുന്നിൽ യാത്രാ സമാപനം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, അതിലേറെ ഈ ഓരോ ഭാരതീയനെയും എങ്ങനെ ഒരു നല്ല പൗരാധികാര ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുൻ സൈനികരായ പട്ടാളക്കാരും ഇന്ന് കാലത്തെ വരെ, ഈ ഒരു സമയം വരെ നമ്മൾ അന്നം ഊട്ടിക്കൊണ്ടിരിക്കുന്ന കഠിനാധ്വാനികളായ, എന്നാൽ പട്ടിണി ോടുകൂടി ജീവിക്കുന്ന കർഷകരുടെയും അതേപോലെ തന്നെ സമൂഹത്തിലെ ഒഴിവാക്കപ്പെട്ട വിഭാഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ജനാധിപത്യം, അത് പൗരാധികാരത്തോടു കൂടി ഓരോ പൗരൻ്റെ അധികാരം എന്താണ് എന്ന് അവരെ അറിയിച്ചുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ജനാധിപത്യ പ്രക്രിയ ഇന്ത്യയിൽ ഉണ്ടാക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് 2020 ജനുവരി 1-ാം തീയതി കണ്ണൂരിൽ തുടക്കപ്പെട്ട ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന പാർട്ടി ഈ കഴിഞ്ഞ 2021 ഞങ്ങൾക്ക് അസംബ്ലി ഇലക്ഷനിൽ തുടക്കം കുറിച്ചു. ഇരിട്ടിയിലും ആറന്മുളയിലും ഞങ്ങളുടെ ഭാഗധേയമായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3 സ്ഥലങ്ങളിൽ കേരളത്തിലും മൊത്തം 49 ഇടങ്ങൾ ഇന്ത്യയിലും മത്സരിച്ചു. 23 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇന്ന് പാർട്ടി നിലവിലുള്ളത്. പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനം ഇന്ന് വടക്കേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ താങ്കൾക്ക് ഓരോരുത്തർക്കും അറിയാം, നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ പാർട്ടിക്ക് വളരുവാൻ സ്വല്പം താമസം എടുക്കുന്നുണ്ട്. എങ്കിലും ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനുള്ള ഒരു തീരുമാനം ഞങ്ങളെല്ലാവരും കൂടി കൈക്കൊണ്ടുകൊണ്ട് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ഇന്ന് കേരളത്തിലെ ഈ ഒഴിവാക്കപ്പെട്ട സമൂഹത്തിലെ അംഗങ്ങളുടെ സഹകരണത്തോടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർഷകരുടെ സഹകരണത്തോടുകൂടി മുൻ സൈനികരായ ഞങ്ങൾ ഈ പറയുന്ന പ്രവർത്തനം, ജനസേവനം തുടങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം ഏപ്രിൽ 18 മുതൽ 23 വരെ നടക്കും. ഇതിനു മുന്നോടിയായി ക്ഷണക്കത്ത് പ്രകാശന ചടങ്ങ് നടന്നു. കാസർഗോഡ് നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്ര അഷ്ടബന്ധ ബ്രഹ്മ കലശോത്സവം ഏപ്രിൽ 18 മുതൽ 23 വരെ നടക്കും. ഇതിനു മുന്നോടിയായി ക്ഷണക്കത്ത് പ്രകാശന ചടങ്ങ് നടന്നു. എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. ಯಾವುದೇ ನಮ್ಮ ಕಾರ್ಯಗಳಿರಲಿ, ಅದು ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಇರಲಿ, ದೇವಸ್ಥಾನದ ಜೀರ್ಣೋದ್ಧಾರ ಇರಲಿ, ಅಥವಾ ನಮ್ಮ ಸ್ವಂತ ಮನೆಗೆ ಕುಟುಂಬಕ್ಕೆ ಸಂಬಂಧಿಸಿದಂಥ ಕಾರ್ಯಕ್ರಮ ಇರಲಿ, ನಾವೆಲ್ಲ ದೇವರ ಮೇಲೆ ಭಾರವನ್ನು ಹಾಕಿಬಿಡ್ತೇವೆ. ಅದು ಯಾಕೆಂದರೆ ದೇವರು ನಮ್ಮನ್ನು ಕಾಪಾಡ್ತಾನೆ ಮತ್ತು ನಮ್ಮ ಕಾರ್ಯವನ್ನು ಅತ್ಯಂತ ಸಮರ್ಪಕವಾಗಿ ನಿರ್ವಹಿಸಲು ನಮಗೆ ಅನುಗ್ರಹವನ್ನು ಮಾಡ್ತಾನೆ ಅನ್ನೋದು ನಮ್ಮ ನಂಬಿಕೆ. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಇವತ್ತು ಈ ನುಳ್ಳಿಪಾಡಿ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಕ್ಷೇತ್ರದ ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಕಾರ್ಯಕ್ರಮದ ಆಮಂತ್ರಣ ಪತ್ರಿಕೆ ಬಿಡುಗಡೆಗೊಂಡಿದೆ. ಈ ಕಾರ್ಯಕ್ರಮ ಅತ್ಯಂತ ಯಶಸ್ವಿಯಾಗಲಿ. ನಮ್ಮ ಅಭಿಮಾನಿ ಶಿಷ್ಯರು, ನಮ್ಮ ಸೀಮೆಯ ತಂತ್ರಿಗಳಾದಂಥ ಉಳಿತಾಯ ವಿಷ್ಣುವಾಸ್ರ ಅವರ ಮಾರ್ಗದರ್ಶನ ತಾಂತ್ರಿಕತ್ವದಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇರೋದರಿಂದ ಖಂಡಿತವಾಗಿ ನಮಗೆ ಮತ್ತಷ್ಟು ನಂಬಿಕೆ ಇದೆ. ಈ ಕಾರ್ಯಕ್ರಮಗಳು ನಿರ್ವಿಘ್ನವಾಗಿ ನಡೀತದೆ. ಅದರ ಎಲ್ಲ ಧಾರ್ಮಿಕ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಸುವಂತಹ ಶಕ್ತಿಯನ್ನು, ಆರೋಗ್ಯವನ್ನು ದೇವರವರಿಗೆ ನೀಡಲಿ ಅನ್ನೋದಾಗಿ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಾರ್ಥಿಸ್ತಾ, ಎಲ್ಲ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳಿಗೆ ಇದನ್ನು ಶೀಘ್ರವಾಗಿ ನೆರವೇರಿಸುವಂತೆ ದೇವರ ಶಕ್ತಿಯನ್ನು ನೀಡಲಿ. ബാലകൃഷ്ണൻ KN ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണുവാസ്ര അനുഗ്രഹ ഭാഷണം നടത്തി. ഗണേഷ് അമൈ, നാരായണ ഗുരുസ്വാമി, അഡ്വക്കേറ്റ് സദാനന്ദ റൈ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണപ്രസാദ് കോട്ടക്കണി സ്വാഗതം പറഞ്ഞു. ദേവദാസ് നുള്ളിപ്പാടി ചടങ്ങ് നിയന്ത്രിച്ചു. പരിപാടിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ ദേശീയവേദി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ഹമീദ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുന്നിൽ തെളിയുന്നത് വഴിവക്കിൽ കാണുന്ന വലിയ പ്രതിമയല്ല, അദ്ദേഹം നടന്നുപോയ വഴിത്താരകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി വെക്കേണ്ടത് എന്ന് പറയുവാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ചെറിയ ജീവിതത്തിലൂടെ വലിയ സത്യങ്ങൾ നമ്മൾക്ക് മുമ്പിൽ പറഞ്ഞു തന്ന മഹാത്മജി ഒരു മനുഷ്യൻ്റെ നിശബ്ദമായ നടപ്പാതയായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ കടന്നുപോയ ഓരോ വഴിത്താരകളാണ് ചരിത്രം അതിൻ്റെ സ്വന്തം ലിപികളാൽ കുറിക്കപ്പെട്ട യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിലേക്കാണ് എത്തപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഹിംസയിലൂന്നിയ ജീവിത ചക്രം മുമ്പോട്ട് തിരിക്കുമ്പോൾ അതൊരു ആയുധമായിട്ടല്ല അഹിംസയെ മഹാത്മജി നമ്മോട് കണ്ടത്, നമ്മൾക്കായി കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമായിട്ടാണ് അടയാളപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഒരു കയ്യൊപ്പ് ചാർത്തി കടന്നുപോയ മഹാത്മജിയുടെ ഓർമ്മകൾ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകുന്നതിന് പകരം ഇന്ന് പുനഃസൃഷ്ടിക്കപ്പെട്ട ചരിത്രത്തിലൂടെയാണ് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ അനുജന്യപൂർണമായ ജീവിത രീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ചടങ്ങിൽ പ്രസിഡന്റ് AM സിദ്ദിഖ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. TK ജാഫർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് സ്മാർട്ട്, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് സാഹിബ്, ദേശീയവേദി സീനിയർ അംഗം ഹമീദ് പെർവാഡ്, അബ്ദുൾ റഹ്മാൻ, MA മൂസ, H ഇബ്രാഹിം, ഖാദർ മൊഗ്രാൽ, HM കരീം, MS മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. സെക്രട്ടറി PM മുഹമ്മദ് കുഞ്ഞി ടൈൽസ് സ്വാഗതവും MGA റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
മഞ്ചേശ്വരം BRCയിൽ കളിയങ്കണം ക്യാമ്പ് സംഘടിപ്പിച്ചു. സമഗ്ര ശിക്ഷ കേരള 2025-26 SIG കളിസ്ഥല പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ കായിക മനോഭാവം വളർത്താനും ശാരീരികവും മാനസികവുമായ വികസനം ഉറപ്പാക്കാനും കിഡ്സ് അത്ലറ്റിക്സ് രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് പ്രൈമറി സ്കൂളുകൾക്കും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വിവിധ കായിക ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ഓരോ സ്കൂളിൽ നിന്നും ഓരോ അധ്യാപകർക്കായാണ് പ്രത്യേകവും നവീനവുമായ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുറഹ്മാൻ പ്ലേറ്റ് ടാപ്പിംഗ് കളിയോടെ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജോർജ് ക്രാസ്ത അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ സമഗ്ര ശിക്ഷ ജില്ലാ കോർഡിനേറ്ററായ ഓഗസ്റ്റിൻ ബെർണാഡ് ഏകദേശം 18 കളികൾ ഉൾപ്പെടുന്ന ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു. 60 അധ്യാപകർ പങ്കെടുത്ത ഈ ക്യാമ്പിന് മുളിഞ്ച GLP സ്കൂളിന്റെ പ്രധാന അധ്യാപിക ചിത്രാവതി ചിഗുരുപാതെ നേതൃത്വം നൽകി. അവർ ക്യാമ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും വിശദീകരിച്ചു. BRC പരിശീലകയായ സുമയ്യ ടീച്ചർ സ്വാഗതവും CRC കോർഡിനേറ്റർ ശ്യാമള നന്ദിയും അറിയിച്ചു. മഞ്ചേശ്വരത്തിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ഗോപിയും മൊയ്തീൻ കുഞ്ഞിയും പരിശീലകരായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി കൊത്തിക്കാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ ആരവം എന്ന പേരിൽ സൈക്കിൾ റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് ഹസൻ ഹാജി UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി PM ഫൈസലിന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഭാഗമായി കൊത്തിക്കാൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ ആരവം എന്ന പേരിൽ സൈക്കിൾ റാലി നടത്തി. ജമാഅത്ത് പ്രസിഡന്റ് ഹസൻ ഹാജി UAE കമ്മിറ്റി ജനറൽ സെക്രട്ടറി PM ഫൈസലിൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം സമസ്തയുടെ ഈ കാസർഗോഡ് ജില്ലയിലെ 800ഓളം മദ്രസയിൽ ഇന്ന് ഇതുപോലെ ഒരു ആരവം എന്ന പേരിൽ സൈക്കിൾ റാലിയും മറ്റും സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ മദ്രസയിൽ നിന്നും കുട്ടികൾ ഇപ്പോൾ ഈ റാലിയുടെ ആരംഭിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല ഇത് വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സമസ്തയുടെ സമ്മേളനത്തിന് മുഴുവൻ ആളുകളും ഈ മഹലത്തിലെ എല്ലാ ആളുകളും പങ്കെടുക്കുകയും അത് വൻ വിജയമാക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജമാഅത്ത് ഖത്തീബ് മൻസൂർ ഫൈസി പ്രാർത്ഥന നടത്തി. ജമാഅത്ത് ജനറൽ സെക്രട്ടറി നൌഷാദ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് CH അഷ്റഫ്, ട്രഷറർ കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറിമാരായ റാഷിദ് മണ്ഡ്യൻ, VP അഷ്റഫ്, റൌഫ് കൊത്തിക്കാൽ മുഹമ്മദ് ഹാജി, CH മുഹമ്മദ് കുഞ്ഞി, യൂസഫ് മൗലവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കവ്വായി മുല്ലോത്തുംകുടി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫെബ്രുവരി 8 വരെ നടക്കും. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തെരുവത്ത് ശ്രീ അറയിൽ ഭഗവതി ദേവാലയത്തിൽ നിന്നും ആരംഭിച്ചു. കാഞ്ഞങ്ങാട് കവ്വായി മൂലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഫെബ്രുവരി 8 വരെ തീയതികളിലായാണ് നടക്കുന്നത്. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. തെരുവത്തൂർ ശ്രീ അറയിൽ ഭഗവതി ദേവാലയത്തിൽ നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം തുമിനാട്ട് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആളും മരിച്ചു. നടുക്കം മാറാതെ നാട്.
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കെ.സി. വേണുഗോപാൽ എം.പി. ഉദ്ഘാടനം നിർവഹിക്കും. ബംഗളൂരു തിരുവനന്തപുരം 3-ാം പാത നിർമ്മാണത്തിനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായാണ് 3-ാം പാതയുടെ നിർമ്മാണം. കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ. ഫൈൻ ഇന്ത്യ ഫൈബർ നെറ്റ് LLP പ്രവർത്തനമാരംഭിച്ചു. ഉപ്പളയിൽ സംഘടിപ്പിച്ച ചടങ്ങ് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുമ്പള ടോൾ ബൂത്തിൽ നിന്നും യുവാവിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത സംഭവം. FIR-ൽ വാസ്തവ വിരുദ്ധം എഴുതിച്ചേർത്തതായുള്ള പരാതി DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് DGP-യുടെ നിർദ്ദേശം. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന് ഫെബ്രുവരി 4-ന് തിരിതെളിയും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.